നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ 18-ാം തീയതി നടന്ന 010/2023 ജൂനിയർ അസിസ്റ്റന്റ് പരീക്ഷയുടെയും 270/2023 LDC പരീക്ഷയുടെയും 480/2023 സീനിയർ സൂപ്രണ്ട് പരീക്ഷയുടെയും ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? ഉത്തരം സി ആണ് 3. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു എന്നുള്ളതാണ്. ഇനി 2, തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ബി ആണ് ഉത്തരം. 3ാമത്തെ മൃഗബലി നിരോധിച്ചു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. അതാണ് ഓർഡർ. ബി ആണ് ഉത്തരം. 3, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരുടെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുക. അതിന്റെ ആൻസർ ഡി ആണ്. എക്ക് 2ാമത്തെ, ബിക്ക് 4ാമത്തെ, സിക്ക് 1ാമത്തെ, ഡിക്ക് 3ാമത്തെ. 4, ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഡി ആണ് 4ാമത്തെ ആണ് തെറ്റായ ജോഡി. ഇനി 5ാമത്തെ അവകാശവാദം. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്രം ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. അതിന്റെ ആൻസർ ബി ആണ്. എയും അവകാശവാദവും കാരണം റീസണിങ്ങും ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം 6 അല്ല. ബി ആണ് ഉത്തരം. ഇനി 6, 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? എ ആണ്. 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകളാണ് തെറ്റുള്ളത്. 7, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ഡി ആണ്. ഉൽക്കൽ സമതലം. ഡി. 8ാമത്തെ വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സി ആണ് അതിന്റെ ഉത്തരം. 9, വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷ് രേഖപ്പെടുത്തുന്നു. ഡോപ്സൺ യൂണിറ്റ്. എ ആണ് ഉത്തരം. 10, ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. അത് 1ഉം 2ഉം ആണ് യഥാർത്ഥ പ്രസ്താവനകൾ. ഇനി 11, താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? സി ആണ് കോതയാർ. 12, ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. അത് ബി ആണ്. എക്സ്പോസാറ്റ് ആണ്. 13, സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരി? ഉത്തരം സി ആണ്. 1ഉം 2ഉം 4ഉം ആണ് ശരിയുള്ളത്. 14, WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. ഡി ആണ്. S&D പെട്ടി. 15, GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. 16, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഉത്തരം ബി ആണ്. ഓൺലി 1, അതായത് 1ാമത്തെ മാത്രം ഏകദേശം 20%. അതാണ് ശരിയായിട്ടുള്ളത്. ഇനി 17, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചിരിക്കുന്നത്? എ ആണ്. ചെല്ലയ്യ കമ്മിറ്റി. 18, ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം? സി ആണ്. സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. 19, മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം ഡി ആണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി 20, ചേരുംപടി ചേർക്കുക. അതിന്റെ ഉത്തരം എ ആണ്. ABCD ആണ്. താഴെ നിന്ന് ശരിയായ കോഡുകൾ തിരഞ്ഞെടുക്കുക. അത് എ ആണ് ഉത്തരം. ABCD ആണ്. 21.
താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. സി ആണ് ഉത്തരം. 1, 2, 3 ആണ് ശരിയായി യോജിക്കുന്ന വസ്തുക്കൾ. അപ്പൊ സി ആണ് അതിന്റെ ആൻസർ. 22. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? എ ആണ് ഭരണഘടന 106 ഭേദഗതി നിയമം 2023. ഇനി 23. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഡി ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. 24. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ബി ആണ് അതിന്റെ ഉത്തരം ശരിയായിട്ടുള്ളത്. 25. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KASുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഉത്തരം അതിനും 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പൊ ഉത്തരം സി ആണ്. 26. 1957 കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു. ഉത്തരം ഡി ആണ്. 27. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പൊ എ ആണ് ഉത്തരം, മുകളിലുള്ളവയെല്ലാം. 28. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിന്റെ അധ്യക്ഷതയുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനം ഏത്? ബി ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. 29. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം സി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. അതാണ് ശരിയല്ലാത്തത്. 30. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം എ ആണ് 2005. 31. ചേരുംപടി ചേർക്കുക. അതിന്റെ ഉത്തരം ബി, എ, ഡി, സി. ഒന്നാമത്തേന് ബി ആണ്, രണ്ടാമത്തേന് എ, മൂന്നാമത്തേന് ഡി, നാലാമത്തേന് സി. 32. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഉത്തരം സി ആണ്. കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 33. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഉത്തരം മാൻഡമസ്. 34. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ഉത്തരം ബി, ജലസംരക്ഷണ മാനേജ്മെന്റ് ആണ്. 35. ഈ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ 3 പ്രസ്താവന വന്നിട്ടുണ്ട്, അത് 3ഉം ശരിയാണ്. അപ്പൊ ഉത്തരം സി ആണ്. 36. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? ഉത്തരം ഡി ആണ്. അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. 37. പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകൾ ആണ് ശരി? ഉത്തരം ഡി ആണ്. 1, 3, 4. ഉത്തരം ഡി. 38. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 3, 4 ആണ് ഇതിൽ ശരിയുള്ളത്, ആർദ്രം മിഷനുമായിട്ട്. 39. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ബി ആണ്. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. 40. താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? സി ആണ്. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. ഇനി 41. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഡി ആണ്. 4ാമത്തെ മാത്രം, അതായത് ഓൺലി ഫോർ. മുകളിലുള്ളവയെല്ലാം 1, 2, 3 അതാണ് ഡി ആണ് ഉത്തരം. 42. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. അത് ഈ പറഞ്ഞ 4 കാരണങ്ങളാണ്. അപ്പൊ ഉത്തരം ഡി ആണ്. 4 കാരണങ്ങളും ശരിയാണ്, ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്. 43. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. എ ആണ്. നെഗ്ലേരിയ ഫൗലേരി. 44. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ഏതൊക്കെയാണ് ശരി? ഉത്തരം ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 45. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. എ ആണ്. 46. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിന്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷ് ആണ്, വിസരണം ആണ്. 47. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? ഈ തന്നിരിക്കുന്നതിൽ തരംഗദൈർഘ്യമുള്ളത് ഇൻഫ്രാറെഡ് ആണ്. എ ആണ് ഉത്തരം. 48. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? സി ആണ്. PSLV C-57 ആണ്. 49. കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരി?
സി ആണ് 1ഉം 2ഉം 4ഉം ആണ് ശരിയുള്ളത്. 50. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം സി ആണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. 51. ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സി ആണ്. 1ഉം 2ഉം 3ഉം മാത്രം. 4 ശരിയല്ല. 52. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. ഉത്തരം ഡി ആണ്. ഡാനിഷ് സിദ്ദിഖി. 53. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1ഉം 3ഉം ആണ് ശരി ആയിട്ടുള്ള ജോഡി. രണ്ടാമത്തെ ജോഡി ശരിയല്ല. 54. ഉത്തരം സി ആണ്. അപ്പോൾ 53ാമത്തെ. 54. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ബി ആണ്. 1ഉം 3ഉം ആണ്. ഭീമൻ രണ്ടാമൂലവും ചേതന ആരാച്ചാറും. അതാണ് ഉത്തരം ബി. 55. എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാ നാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. ഉത്തരം സി ആണ്. 3ഉം 4ഉം. ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ. വിലാസിനി എം കെ മേനോൻ. 56. വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. ഉത്തരം എക്ക് എം ആണ്, ബിക്ക് 1, സിക്ക് എൻ, ഡിക്ക് കെ. അപ്പൊ എ ആണ് ഉത്തരം. ഇനി 57. താഴെ പറയുന്നതിന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. 1ഉം 4ഉം ആണ്. മോക്ഷപ്രദീപവും ബ്രഹ്മസങ്കീർത്തനവും. 58. 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. 1ഉം 2ഉം 3ഉം ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത്. 4 ശരിയല്ല. 59. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഉത്തരം സി ആണ്. 4ാമത്തെ മാത്രം, ഉമാശങ്കർ പാണ്ഡെ എന്നുള്ളത്. 60. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ഉത്തരം ഡി. ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയുമാണ് ഉത്തരം. 61. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഉത്തരം എ ആണ്. ഓൺലി 1 and 2. 1ഉം 2ഉം മാത്രമാണ് ശരിയുള്ളത്. 62. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡിലിമിറ്റർ എന്നറിയപ്പെടുന്നു. ഉത്തരം ബി ആണ്. 63. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRAയുമായി ചേർന്ന് കേരള പോലീസിന്റെ സംരംഭം KID ഗ്ലൗ എന്നുള്ളതാണ്. ഉത്തരം സി ആണ്. 64. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ബി ആണ്. 2ഉം 3ഉം മാത്രം. 65. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. ഉത്തരം ബി ആണ്. 66. 2015 ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഡി ആണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടി. 67. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം എ ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയുള്ളത്. 68. 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഇതിൽ ശരി സി ആണ്. 1 മാത്രമേ ശരിയുള്ളൂ. 69. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ, നിരോധനം, പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം എ ആണ്. 1 മാത്രം. 70. ഭരണഘടന നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ബി ആണ് ശരിയുള്ളത്. സാമൂഹികവും വിദ്യാഭ്യാസപരവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. 71. 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ 34ന്റെ മൂല്യം. ഉത്തരം ഡി ആണ്. 40. ഇനി 72. 4 and 4/11 ഡിവൈഡ് ബൈ 16/11 മൈനസ് 2 മൈനസ് 3 മൈനസ് 1 മൈനസ് 2 പ്ലസ് എക്സ് സമം 0 ആണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ്? ഉത്തരം ബി ആണ്. 3. 73. എക്സ് എന്നത് വൈയുടെ 125% ആണ്. എക്സ് പ്ലസ് വൈ 90 ആണെങ്കിൽ 2x മൈനസ് വൈയുടെ മൂല്യം ഏതിന് തുല്യമാണ്? ഉത്തരം സി ആണ്. 60. 74. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടെത്തുക. ഉത്തരം എ ആണ്. 5:3. ഇനി 75.
2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. 20 പേർ 3 ദിവസം ജോലി ചെയ്താൽ ഈ സമയത്ത് എത്ര മരങ്ങൾ മുറിക്കും? ഉത്തരം സി ആണ് 120. 76. ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ 2 എന്ന അക്കം എത്ര തവണ ദൃശ്യമാകും? ഉത്തരം ബി ആണ് 15. 77. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്നതിന് JHPFBNRDB എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതാം? ഉത്തരം സി ആണ് ZJHRXRBJL. സി ആണ്. 78. തുടർച്ചയായി 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനാകും. ഉത്തരം ബി ആണ് 6. 79. ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 അടി നടന്നു. അയാൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 50 അടി നടന്നു. ആ മനുഷ്യൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്, ഏത് ദിശയിലാണ്? ഉത്തരം ഡി ആണ് തെക്ക് കിഴക്കായി 15√2 അടി. 80. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ. ഉത്തരം എ ആണ് 20 ഡിഗ്രി. ഇനി 81 ഇംഗ്ലീഷാണ്. Fill in the blank using correct tense form of the verb given in bracket. I dash here till Sunday. I will be staying. അപ്പൊ സ്റ്റേയുടെ ശരിക്കുള്ള ഫോമാണ് will be staying എന്നാണ് വരിക. ഉത്തരം സി. 82. Choose the right option that suggests change in voice of the sentence. Please draw the figure. ഉത്തരം ബി ആണ് you are requested to draw the figure. അങ്ങനെയാണ് പറയുക. 83. Fill in the blank using suitable preposition. I dash walk 10 miles without getting tired. I can walk ആണ്, എനിക്ക് സാധിക്കും. 84. Complete the following sentence using appropriate question tag. It is not raining. അപ്പോൾ is it? A ആണ് ആൻസർ. 85. Combine the two sentences using suitable correlative conjunction. ഉത്തരം it is not useful, it is not ornamental. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് neither nor വെച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ സി ആണ് ആൻസർ. 86. Choose the synonym of the word italic in the sentence from the given options. He was killed in the battlefield. ഉത്തരം ബി ആണ് slain. 87. Fill in the blank using appropriate gerund form of the word given in bracket. Do you mind dash? ഷെയറിന്റെ ആണ് ഉപയോഗിക്കേണ്ടത്. Some pictures of your trip on Facebook. അപ്പൊ ഷെയറിംഗ്, ഡു യു മൈൻഡ് പറയുമ്പോൾ ഷെയറിംഗ് വരിക. ബി ആണ് ഉത്തരം. 88. Substitute the words underlined with a suitable phrasal verb. The director summoned me and asked for an explanation. ഉത്തരം ബി ആണ് send for എന്നാണ് സമ്മൺഡ് വരിക. 89. Fill in the blank using suitable preposition. He felt no qualms dash borrowing money from his friends. ഉത്തരം ബി ആണ് about. 90. Give the correct spelling of the adjective that means careful or taking great care. എ ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ കോൺസെൻഷ്യസ്. 90ന്റെ ഉത്തരം എ. 91 മലയാളമാണ്. ഇനി 100 വരെ മലയാളമാണ്. 91. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഇവിടെ എ ആണ്. ഒന്ന് മാത്രം, അടിമത്തം എന്നുള്ള മാത്രമേ ശരിയുള്ളൂ. 92. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ഉത്തരം സി ആണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. 93. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ഉത്തരം ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. അതിന്റെ മലയാള വിവർത്തനം ബി ആണ്. പല തുള്ളി പെരുവെള്ളം. 94. താഴെ പറയുന്നതിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏത്? എ ആണ് ചലം. 95. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഉത്തരം ഡി ആണ് സ്ഥാവരം. 96. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? ഉത്തരം ഡി ആണ് കർഷക. 97. കൈ ഓടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥമെന്ത്? അതിന്റെ ഉത്തരം ബി ആണ് പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. 98. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? എ ആണ് വിൺ പ്ലസ് തലം. 99. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിന്റെ ശരിയായ സമാസം ഏത്? ഉത്തരം ഡി ആണ് കഞ്ചനേർ മിഴി. 100. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ് തെരുവ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ പരീക്ഷകളുടെ ആൻസർ കീ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിരുന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ആവറേജ് ശരാശരിക്കാർക്കും തരക്കേടില്ലാണ്ട് എഴുതാൻ പറ്റിയൊരു പേപ്പർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്കോർ നോക്കിയിട്ട്
കമൻസിലൊന്ന് ഇട്ടാൽ നല്ലതായിരുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.